രാവിലെ 9 മണിയായപ്പോഴേക്കും ഞാൻ ക്ലിനിക്കിൽ വന്ന് എൻ്റെ ഡ്യൂട്ടി ആരംഭിച്ചു. അപ്പോൾ കുറച്ച് പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് എൻ്റർ ചെയ്തിടാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പേഷ്യൻ്റ് എത്തി. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ, ജയ് ഭീം, ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ, ഇതിലൊക്കെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ലിജോമോളാണ് ഇന്ന് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത്. അലൈനർ ട്രീറ്റ്മെൻ്റ് ആട്ടോ ലിജോമോൾ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഒരു 12:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോകാനുള്ള പരിപാടിയിലാട്ടോ. ലിജോമോൾ പോയപ്പോഴേക്കും ഞങ്ങൾ ക്ലിനിക്ക് പതിയെ അടയ്ക്കുകയാണ്. എല്ലാവരും കൂടി ക്ലിനിക്കും പൂട്ടി എങ്ങോട്ടേക്കാണെന്നല്ലേ. അത് ദിത്താണ് സംഭവം. അപ്പോൾ ഇന്ന് 27-ാം തീയതി നമ്മുടെ എമ്പുരാൻ റിലീസാവുന്ന ദിവസമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എമ്പുരാൻ കാണാൻ വേണ്ടി പോവാണ്. റിലീസിന് ഒരാഴ്ച മുന്നേ തന്നെ ടിക്കറ്റ് നോക്കിയിട്ട് നമുക്ക് എറണാകുളത്ത് ഒരു തിയേറ്ററിൽ പോലും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അത് റിലീസിൻ്റെ ദിവസം മാത്രമല്ല, പിന്നെ ഒരാഴ്ചത്തേക്ക് നമുക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കിട്ടിയോടത്ത് നമുക്ക് എടുക്കാമെന്ന രീതിയിൽ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാട്ടോ ടിക്കറ്റ് നമുക്ക് ഡോക്ടർ എടുത്തത്. മൂവി 2:30 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ കൊച്ചിന് തലയോലപ്പറമ്പ് വരെ ഓടിയെത്തണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ 12:30 കഴിഞ്ഞപ്പോഴേക്കും പോകാൻ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി കയറി തലയോലപ്പറമ്പിലേക്കുള്ള യാത്ര തുടങ്ങി. ഉച്ച സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ പോണ വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയും മീൽസൊക്കെ ആയിട്ടാണ് എല്ലാവരും മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കാനും കഴിഞ്ഞ് തിയേറ്ററിലെത്തിയപ്പോഴേക്കും കറക്റ്റ് ടൈമിങ് ആണ്. ഞങ്ങൾ ചെന്ന സമയത്ത് ആ സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ ഒന്ന് എഴുതി കാണിക്കുമായിരുന്നു. ഒത്തിരി നേരത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ലാലേട്ടൻ്റെ ഈ എൻട്രി ഉണ്ടായത്. എന്തായാലും എൻട്രി പൊളിച്ചു. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടിറങ്ങി. അപ്പോൾ സിനിമ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് കാണാനും ഉണ്ട്. പിന്നെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് പുഴയോരം എന്ന് പറഞ്ഞ ഫുഡ് കോർട്ടിലാണ്. ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി കയറിയതാട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോഴേ ഭയങ്കര വൈബ്, നല്ല രസമാട്ടോ. കായലിൻ്റെ അവിടെ ചേർന്ന് ഇരിക്കാനും. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ കൊമ്പ് പോയിക്കണുണ്ടോ, നമുക്ക് ഊഞ്ഞാൽ പോലെ കയറി ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നൊക്കെ സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പോന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വൈക്കം ബീച്ചിലോട്ടായിരുന്നു. സന്ധ്യാസമയം ആയിരുന്നത് തന്നെ അവിടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജങ്കാറും ബോട്ടൊക്കെ പോണത് കാണാൻ പറ്റി. അപ്പോൾ കുറച്ച് നേരം ഇതൊക്കെ നിന്ന് നോക്കി. തീറ്റ മുഖ്യം ബിഗിലായതുകൊണ്ട് പിന്നെ നമുക്ക് ഡോക്ടർ ബജി മേടിച്ച് തന്നു. മുളക് ബജി, മുട്ട ബജി, കോളിഫ്ലവർ ബജി എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് കഴിക്കലും കഴിഞ്ഞ് പിന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തേരാപാര നടപ്പായി. അപ്പോഴത്തേക്ക് അത്യാവശ്യം ഇരുട്ടായി. എല്ലാ സ്ഥലത്തും ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ രാത്രി അവിടെ ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കി നിൽക്കാനായിട്ട്. അപ്പോഴും ബോട്ടുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ വൈക്കം കായലിൻ്റെ രാത്രി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് തന്നെ തിരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.